പ്രവാചകൻ ഇസ്ഹാക്കിൻ്റെ മകനാണ് യാക്കൂബ്. ഇബ്രാഹിം നബിയുടെ പൗത്രൻ. ഫലസ്തീനിലെ കൻആൻ പ്രദേശത്താണ് അദ്ദേഹം ദൈവദൂതനായിട്ട് നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ദൈവത്തിൻ്റെ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയാണ് ഇസ്രായേലരായിട്ട് അറിയപ്പെടുന്നത്. ഇസ്ഹാക്ക് നബി വിവാഹം കഴിച്ച് 20 കൊല്ലം കഴിഞ്ഞ ശേഷം ഭാര്യ റഫക്ക, അവരിലാണ് ഈ യാക്കൂബ് ജനിക്കുന്നത്. ഇസ്ഹാക്ക് നബിക്ക് 60 വയസ്സുള്ളപ്പോഴാണ് യാക്കൂബ് നബി പൂജാതനായത്. യാക്കൂബ് നബിക്ക് 4 ഭാര്യമാരും 12 മക്കളുണ്ടായിരുന്നു. റാഹേൽ എന്ന ഭാര്യയിൽ യാക്കൂബ് നബിക്കുണ്ടായ മക്കളാണ് യൂസുഫ് നബിയും അതേപോലെ ബിനിയാമീനും. റാഹേൽ അമ്മാവൻ്റെ മകളാണെന്ന് പറയപ്പെടുന്നു. അവരുമായുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന കഥ പ്രമാണയുക്തവും വിശ്വസനീയമല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നില്ല. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉൾപ്പെടെ എല്ലാ രംഗത്തും മികച്ച നിലവാരം പുലർത്തിയിരുന്നത് യൂസുഫാണ്. ഇത്തരം ശ്രേഷ്ഠഭാവങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന യാക്കൂബ് നബിക്ക് യൂസുഫിനോട് വളരെ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. ഇത് മറ്റ് സഹോദരങ്ങളിൽ കടുത്ത അസൂയ വളർത്തി. അതുകൊണ്ട് അവർ യൂസുഫിൻ്റെ ആ ശല്യം തീർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യൂസുഫിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടു. പിന്നീട് അതുവഴി വന്നൊരു യാത്രാസംഘം വെള്ളമെടുക്കാൻ നേരത്ത് യൂസുഫിനെ കാണുകയും യൂസുഫിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെയാണ് യൂസുഫ് ഈജിപ്തിലെത്തിപ്പെടുന്നത്. ഈജിപ്തിലെ ഒരു പ്രഭുവാണ് ഈ യൂസുഫിനെ വിലക്ക് വാങ്ങിയത്. അങ്ങനെ പ്രഭു കുടുംബത്തിൽ വളർന്ന യൂസുഫ് പിന്നീട് അവിടുത്തെ ഭരണാധികാരിയായി മാറിയ അത്ഭുതവഹമായ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. ഈജിപ്തിലെ ഭരണാധികാരിയായി തീർന്ന യൂസുഫ് അദ്ദേഹത്തിൻ്റെ പിതാവായ യാക്കൂബിനെയും അതുപോലെ മാതാവിനെയും മറ്റ് സഹോദരങ്ങളെയും ഈജിപ്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു.